നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് മണ്ഡലത്തിൽ KP സതീഷ് ചന്ദ്രൻ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ. കല്യോട്ടെ ഇരട്ടക്കൊലപാതകം ഇടതുമുന്നണിയുടെ വിജയത്തെ ബാധിക്കില്ലെന്നും MV ബാലകൃഷ്ണൻ. പട്ടിണി സമരത്തെ തുടർന്ന് സർക്കാർ നൽകിയ ഉറപ്പ് നടപ്പിലായില്ല. എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും സമരരംഗത്തേക്ക്. മീനമാസത്തിലെ സൂര്യന് ശേഷം കയ്യൂരിന്റെ ചരിത്രം ആസ്പദമാക്കി വീണ്ടും ഒരു ചിത്രം കൂടി. ഗോപി കുറ്റിക്കോൽ സംവിധാനം ചെയ്ത അരയാക്കടവിൽ പ്രദർശനം ആരംഭിച്ചു. എക്സൈസ് വകുപ്പ് ദേരടുക്ക കോളനിയിൽ ബോധവൽക്കരണ ക്ലാസും ആരോഗ്യ സെമിനാറും സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ ടി സജിത് ബാബു ഉദ്ഘാടനം ചെയ്തു. കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കൃപേഷിന്റെ കുടുംബത്തിന് വീടൊരുങ്ങുന്നു. വീട് നിർമ്മിച്ചു നൽകുന്നത് ഹൈബി ഈഡൻ MLA നേതൃത്വത്തിൽ. ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി അസോസിയേഷൻ ഹയർ സെക്കൻഡറി രക്ഷായാത്ര സംഘടിപ്പിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. കാർഷിക രംഗത്ത് വിജയം കൊയ്ത് മൊഗ്രാലിലെ KK പുറം ഖാലിദ്. 16 വർഷത്തോളമായി പച്ചക്കറി കൃഷി രംഗത്തെ സജീവ സാന്നിധ്യമായ ഖാലിദ് മറ്റ് കർഷകർക്കും മാതൃക. വാർത്തകൾ വിശദമായി. കാസർഗോഡ് മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ. കല്യോട്ടെ ഇരട്ടക്കൊലപാതകം ഇടതുമുന്നണിയുടെ വിജയത്തെ തെല്ലും ബാധിക്കില്ലെന്നും MV ബാലകൃഷ്ണൻ പറഞ്ഞു. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ലീഡർ ഫോർ ദി മീഡിയ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കല്യോട്ടെ ഇരട്ടക്കൊലപാതകം ചൂണ്ടിക്കാട്ടി പേടിപ്പിക്കുവാനുള്ള ശ്രമങ്ങളൊന്നും വിലപ്പോകില്ല. കല്യോട്ടെ ഇരട്ടക്കൊല പൈശാചികമാണ്. എന്നാൽ ഇടതുമുന്നണി വിജയത്തെ ഇത് തെല്ലും ബാധിക്കില്ല. ഞങ്ങൾക്ക് നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ കോൺഗ്രസിന് നേരെ 10 വിരലുകൾ നീളുന്നുണ്ട് എന്നത് മറക്കരുത്. ചീമേനി കൂട്ടക്കൊലയൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല. കൊലപാതകങ്ങളെ ന്യായീകരിക്കുകയല്ലെന്നും എന്നാൽ കല്യോട്ടെ കൊലപാതകം കാണിച്ച് പേടിപ്പിക്കുവാൻ വരണ്ട എന്നും MV ബാലകൃഷ്ണൻ പറഞ്ഞു. ഇരട്ടക്കൊലപാതകത്തിലെ കേസന്വേഷണത്തിൽ പാർട്ടിയുടെ ഒരു ഇടപെടലുമില്ല. കൊലയാളികൾ ശിക്ഷിക്കപ്പെടണം. സൂക്ഷ്മമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണം നല്ല നിലയിൽ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കല്യോട്ട കൊലപാതകം ഈ ഇമ്പാച്ച് കാണിച്ചുകൊണ്ട് ഞങ്ങൾ വരട്ടാനൊന്നും നോക്കണ്ട. ഒരെണ്ണം ഞങ്ങൾക്കെതിരായിട്ട് ചൂണ്ടിയാൽ 10 വരെ ഇവർക്കെതിരായിട്ട് ചൂണ്ടുമെന്നുള്ളത് ഇവർ കണ്ടോളണം. ഈ കാസർഗോഡ് ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കണം. അന്നും വ്യക്തമാക്കിയിട്ടുണ്ട്, ഇന്നും എന്നും ഒരു മാറ്റവുമില്ല, ഒരു ചാഞ്ചല്യവുമില്ല. കല്യോട്ടെ കൊലപാതകം പൈശാചികമാണ്, അപലപനീയമാണ്. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് TA ഷാഫി, KV പത്മേഷ് തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും സമരരംഗത്തേക്ക്. തിരുവനന്തപുരത്ത് നടന്ന പട്ടിണി സമരത്തെ തുടർന്ന് സർക്കാർ നൽകിയ ഉറപ്പ് നടപ്പിലാകാത്തതിനെ തുടർന്നാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും സമരത്തിനിറങ്ങുന്നത്. സെക്രട്ടേറിയറ്റിനു മുന്നിലെ അമ്മമാരുടെ സത്യാഗ്രഹത്തിനും ദയാബായിയുടെ നിരാഹാര സമരങ്ങൾക്കുമൊടുവിൽ സർക്കാർ നൽകിയ ഉറപ്പുകൾ വെറും പ്രഹസനമായിരുന്നുവെന്നാണ് പീഡിത ജനകീയ മുന്നണി ആരോപിക്കുന്നത്. സമരമിരുന്ന അമ്മമാരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ പ്രതീക്ഷയായിരുന്നുവെങ്കിലും പിന്നീടിറങ്ങിയ ഉത്തരവ് എൻഡോസൾഫാൻ ദുരിതബാധിതരെ വീണ്ടും സമരവഴിയിലേക്ക് തള്ളിവിടുകയാണ്. സെക്രട്ടേറിയറ്റിനു മുന്നിലെ സമരം കഴിഞ്ഞ 1 മാസം പിന്നിടുമ്പോൾ ഇറക്കിയ ഉത്തരവ് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ളതല്ലെന്ന് പീഡിത മുന്നണി ഭാരവാഹികൾ പറയുന്നു. എന്തുകൊണ്ട് ഉത്തരവിൻ്റെ കോപ്പി കൈകളിൽ കിട്ടുമ്പോഴേക്കാണ് ഈ തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടതായി കാണുന്നത്. എവിടെയാണിത് സംഭവിച്ചു എന്ന് ഞങ്ങളെന്തായാലും കരുതുന്നില്ല. മുഖ്യമന്ത്രിയാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയെന്ന് കരുതുന്നില്ല. അതിൻ്റെ ഇടയിൽ ആരോ ഇതിനകത്ത് കളിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. തുടർ സമരം ആദ്യത്തത് ഇപ്പം നമ്മൾ ജില്ലാ കളക്ടറേറ്റിലേക്ക് 19-ാം തീയതി മാർച്ച് 19-ന് ഒരു വലിയ ബഹുജന മാർച്ച് നടത്തും. അതിനുശേഷം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ഇതിൽ പതിയുന്നില്ലെങ്കിൽ ആവശ്യമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതിർത്തികൾ മാനദണ്ഡമാക്കാതെ സഹായം നൽകണമെന്ന ആവശ്യം അംഗീകരിച്ചപ്പോൾ സർക്കാർ ഉത്തരവിൽ പക്ഷേ 11 പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ടവരും ഇപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്കും സഹായം നൽകാമെന്നാക്കി. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ ഉത്തരവിറക്കിയത് തുടർ നടപടികൾ വൈകിപ്പിക്കാനാണെന്നും ആരോപണം ഉയരുന്നുണ്ട്. സർക്കാർ വാക്കുപാലിക്കണമെന്നാവശ്യപ്പെട്ട് അമ്മമാരെ അണിനിരത്തി വീണ്ടും സമരരംഗത്ത് ഇറക്കാനാണ്
എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി തീരുമാനം. ലെനിൻ രാജേന്ദ്രന്റെ മീനമാസത്തിലെ സൂര്യന് ശേഷം കയ്യൂരിന്റെ ചരിത്രം ആസ്പദമാക്കി വീണ്ടും ഒരു ചിത്രം കൂടി തിയേറ്ററുകളിലെത്തി. പ്രമുഖ നാടക പ്രവർത്തകനായ ഗോപി കുറ്റിക്കോൽ സംവിധാനം ചെയ്ത അരയാക്കടവിൽ പ്രദർശനം ആരംഭിച്ചു. മനുഷ്യരെല്ലാം ഒന്നിച്ചിരുന്ന് തോളോട് തോൾ ചേരുമ്പോഴാണ് ഈ ലോകത്ത് മാറ്റം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും ഒന്നിക്കണമെന്ന്, സംഘടിക്കണം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തങ്ങളുടെ 4 പ്രിയപുത്രന്മാരുടെ കഴുത്തിൽ തൂക്കുകയർ മുറുകിയ അഭിശപ്ത ദിവസത്തിന് തലേരാത്രി കയ്യൂർ ഗ്രാമം അനുഭവിച്ച ആത്മസംഘർഷവും അവിടുത്തെ അപാലവൃത്തം ജനങ്ങളിൽ നിറഞ്ഞുപൊന്തിയ പ്രതിഷേധവുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. എന്നെ നിങ്ങളെ കമ്മ്യൂണിസ്റ്റുകളുടെ കൂട്ടത്തിൽ കൂട്ടോ? കൂട്ടി. PVK പനയാലിന്റെ ഖനീജം നോവലിലെ ഒരേടിൽ നിന്ന് പ്രമേയം സ്വീകരിച്ച് സംവിധായകൻ തന്നെയാണ് തിരക്കഥ തയ്യാറാക്കിയത്. ചിമിണിയൻ എന്ന കഥാപാത്രത്തിന്റെ ഓർമ്മകളിലൂടെയും സങ്കല്പങ്ങളിലൂടെയുമാണ് ജന്മി നാടുവാഴിത്ത കുടിലതകൾക്കും സാമ്രാജ്യത്വ അധിനിവേശത്തിനുമെതിരെ ഒരു നാട് നടത്തിയ ധീരോദാത്ത പോരാട്ടത്തിന്റെ കഥ ഇതൾ വിരിയുന്നത്. ഈ സിനിമ എല്ലാവരും കാണണം. കാരണം എല്ലാ ചരിത്രങ്ങൾ ഒരിക്കലും നമ്മൾ മറന്നു പോകാൻ പാടില്ല. അങ്ങനെ മനുഷ്യർക്ക് വേണ്ടി ജീവിച്ച കുറേ ആളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിൽ എല്ലാ കാലത്തും. അതുപോലെ തന്നെ ഒരു ഗ്രാമത്തിൻ്റെ വിശുദ്ധത സൂക്ഷിച്ച ആ സ്പേസ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചരിത്രങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണണം. വ്യത്യസ്ത രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലെനിൻ രാജേന്ദ്രൻ സാറിൻ്റെ 30 വർഷം മുമ്പുള്ള മീനമാസത്തിലെ സൂര്യൻ. പക്ഷേ അദ്ദേഹം നന്നായി ആ സിനിമ മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു കൊമേഴ്സ്യൽ. പക്ഷേ എൻ്റെ സിനിമ സംസാരിക്കുന്നത് ഈ ഒരു ഗ്രാമത്തിൽ വളരെ സജീവമായിട്ട് നിന്ന 4 പേരെ തൂക്കിക്കൊല്ലുമ്പോൾ തലേ ദിവസം രാത്രി എങ്ങനെയാണ് ആ ഗ്രാമം കടന്നു പോകുന്നത് അവിടുത്തെ ഇടപഴകിയ ആളുകൾ, കുടുംബം, സുഹൃത്തുക്കൾ, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ കണ്ണങ്കൈ കുഞ്ഞിരാമേട്ടൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ പിന്നെ മലയാള സിനിമയിലെ ഒട്ടുമിക്ക ആളുകളും അതുപോലെ തന്നെ മലബാറിലെ 100ഓളം നടീനടന്മാരും അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു സിനിമയാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കണ്ട് അഭിപ്രായങ്ങളും സഹകരണങ്ങളും ഉണ്ടാവണം. കയ്യൂർ ആലയിൽ ക്ഷേത്രത്തിൽ ഒറ്റക്കോലം കണ്ടു മടങ്ങുന്ന ചിമ്മിണിയന്റെ ഭ്രമാത്മക ചിന്തകളിലൂടെ വീരകയ്യൂർ പുനർജനിക്കുന്നു. നിർമ്മാതാവ് കൂടിയായ കണ്ണങ്കൈ കുഞ്ഞിരാമനാണ് ചിമ്മിണിയനെ അനശ്വരമാക്കുന്നത്. രാജീവൻ വെള്ളൂർ മഠത്തിൽ അപ്പുവായും അന്നൂർ സുനിൽ പള്ളിക്കൽ അബൂബക്കറായും മനോജ് അന്നൂർ കൊയ്ത്താറ്റിൽ ചിരുകണ്ഠനായും വിനോദ് അലന്തട്ട പൊടോര കുഞ്ഞമ്പു നായരായും വേഷമിടുന്നു. ശിവജി ഗുരുവായൂരാണ് പോലീസ് ഓഫീസർ സുബ്ബരായൻ. കലിംഗ ശശി, കലാശാല ബാബു, സീനത്ത്, കനകലത, യുവതാരം അപർണ ജനാർദ്ദനൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ദേരടുക്ക കോളനിയിൽ ബോധവൽക്കരണ ക്ലാസും ആരോഗ്യ സെമിനാറും സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് വകുപ്പിന്റെ മാറുന്നൊരു മുഖമാണ് നമ്മൾ ഈ കാലയളവിൽ കാണുന്നത്. സർക്കാരിന്റെ പൊതുവായൊരു തത്വം മദ്യനിരോധനമല്ല, മറിച്ച് മദ്യത്തിനെതിരെയുള്ള ബോധവൽക്കരണമാണ്. അത് കൃത്യമായി എക്സൈസ് വകുപ്പ് ഗവൺമെന്റിന്റെ മനസ്സറിഞ്ഞ് തന്നെ കൃത്യമായി പ്രവർത്തിക്കുന്നു. സാമൂഹ്യദ്രോഹികൾക്കും മയക്കുമരുന്ന് മാഫിയയ്ക്കുമെതിരെ കൂടുതൽ കർശനമായ നടപടിയെടുക്കാൻ എക്സൈസ് വകുപ്പ് തയ്യാറാവണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. മദ്യവും മയക്കുമരുന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വോട്ട് നേടാനുള്ള ആയുധമാക്കാൻ അനുവദിക്കരുത് എന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജേക്കബ് ജോൺ അധ്യക്ഷത വഹിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർ ചാൾസ് ജോസ്, ഡോക്ടർ കേശവ നായിക് എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മോഹനൻ MP, രാജ്കുമാർ, ചന്ദ്ര നായിക്, സുനന്ദ, പ്രസന്നകുമാർ, രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കൃപേഷിന്റെ കുടുംബത്തിന് വീടൊരുങ്ങുന്നു. ഒറ്റമുറി ചായ്പിൽ കഴിഞ്ഞിരുന്ന കൃപേഷിന്റെ കുടുംബത്തിന് ഹൈബി ഈഡൻ MLA നേതൃത്വത്തിലാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. കല്യോട്ട് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കൃപേഷിന്റെ കുടുംബത്തിനായി നിർമ്മിക്കുന്ന വീടിന് ചുമരുയർന്നു. ഹൈബി ഈഡൻ MLA നേതൃത്വത്തിലാണ് കൃപേഷിന്റെ കുടുംബത്തിനായി വീട് നിർമ്മിച്ചു നൽകുന്നത്. രാഷ്ട്രീയ എതിരാളികളാൽ കൊല്ലപ്പെട്ട കൃപേഷിന്റെ കുടുംബം കഴിഞ്ഞിരുന്നത് ഒറ്റമുറി ചായ്പിലായിരുന്നു. കുടുംബത്തിന് വീടൊരുക്കി നൽകാമെന്ന് ഹൈബി ഈഡൻ MLA പ്രഖ്യാപിച്ചിരുന്നു. തന്റെ മണ്ഡലത്തിൽ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന തണൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൃപേഷിന്റെ കുടുംബത്തിനായി MLA വീട് നിർമ്മിച്ചു നൽകുന്നത്. ദ്രുതഗതിയിലാണ് വീടിന്റെ നിർമ്മാണം നടന്നുവരുന്നത്.
പുതുതായി നിർമ്മിക്കുന്ന വീട് രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. നിലവിലുള്ള ചായ്പിന് പിറകിലായാണ് കുടുംബത്തിനായി വീട് നിർമ്മിക്കുന്നത്. 1000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളോടെയുള്ള വീടാണ് കൃപേഷിന്റെ കുടുംബത്തിനായി ഒരുങ്ങുന്നത്. ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി രക്ഷായാത്ര സംഘടിപ്പിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി മേഖല ഇല്ലാതാക്കുവാനുള്ള ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ടാണ് ഹയർ സെക്കൻഡറി മേഖലയിലെ അധ്യാപക സംഘടനകളുടെ കൂട്ടായ്മയായ ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി രക്ഷായാത്ര സംഘടിപ്പിച്ചത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ യാത്ര ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിനകത്ത് ബഹുമാന്യരായ UDF നേതാക്കൾ പറഞ്ഞത് ഇത് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ഈ രാജ്യം, ഈ കേരളം എല്ലാ കാലത്തും ഇങ്ങനെ അപരിഷ്കൃതമായ അല്ലെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത തീരുമാനങ്ങളും ചട്ടങ്ങളും കൊണ്ടുവരാൻ കഴിയുന്ന സർക്കാരുകൾ തന്നെ ഭരിക്കും എന്ന ദാർഢ്യമാണോ നിങ്ങൾക്കുള്ളത്? അങ്ങനെ ആരും കരുതി പോവേണ്ടതില്ല. ഈ തീരുമാനം നടപ്പിലാക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി വിടുന്ന പ്രശ്നമേ ഇല്ല എന്ന് UDF നേതാക്കന്മാർ ആധികാരികമായി സെക്രട്ടേറിയറ്റ് മാർച്ചിനകത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യാത്രയുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും അദ്ദേഹം നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ജിജി തോംസൺ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് M രാധാകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി EV അബ്രഹാം, സെറ്റോ ജില്ലാ പ്രസിഡന്റ് രമേശ് എന്നിവർ സംസാരിച്ചു. ചട്ടഞ്ചാൽ, കാഞ്ഞങ്ങാട്, നീലേശ്വരം, തൃക്കരിപ്പൂർ, ചിറ്റാരിക്കൽ എന്നിവിടങ്ങളിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകി. ന്യൂസ് ഡെസ്ക് KCN. കാർഷിക രംഗത്ത് വിജയം കൊയ്ത് മൊഗ്രാലിലെ KK പുറം ഖാലിദ്. 16 വർഷത്തോളമായി പച്ചക്കറി കൃഷി രംഗത്തെ സജീവ സാന്നിധ്യമാണ് ഇദ്ദേഹം. തീർത്തും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ഖാലിദ് മറ്റ് കർഷകർക്കും മാതൃകയായി മാറുകയാണ്. പ്രദേശവാസികളിൽ മിക്കവരും വ്യാപാരികളും ആശ്രയിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കൃഷിയെയാണ്. 5 ഏക്കർ സ്ഥലം വാടകയ്ക്കെടുത്ത സ്ഥലത്താണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. സ്വന്തമായുള്ള സ്ഥലത്തും കൃഷിയുണ്ട്. വാഴ, പടവലം, പയർ, ചീര തുടങ്ങി പലതരം വിളകളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തികച്ചും ജൈവ രീതിയിലാണ് ഖാലിദിൻ്റെ കൃഷി. കൈപ്പക്ക വിളയ്ക്ക് മഞ്ഞരോഗം പിടിപെട്ടതിനാൽ ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടം ഇദ്ദേഹത്തിനുണ്ടായി. തൊട്ടടുത്തുള്ള കുളത്തിൽ ഉപ്പുവെള്ളം കയറിയതിനാൽ നനയ്ക്കുവാൻ വേറെ വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും അതിജീവിച്ചാണ് ഖാലിദ് കൃഷിരംഗത്ത് വിജയഗാഥ രചിച്ചത്. കൃഷി ഓഫീസിൽ നിന്നും സഹായം കിട്ടുന്നുണ്ടെങ്കിലും പഞ്ചായത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് യാതൊരു സഹായവും കൃഷിക്കായി ലഭിച്ചിട്ടില്ല. നാട്ടിലെ നിരവധി ആളുകൾ തോട്ടത്തിൽ വന്ന് പച്ചക്കറി കൊണ്ടുപോകും. മംഗലാപുരത്തെ വിപണിയിലേക്കും ഇവിടെ നിന്ന് പച്ചക്കറികൾ കൊണ്ടുപോകുന്നുണ്ട്. ജലക്ഷാമം നേരിടുന്നതിനാൽ ഇനി പുറത്തുനിന്നും വെള്ളം കൊണ്ടുവരേണ്ട ഗതികേടിലാണ് ഈ കർഷകൻ. കൈപ്പക്ക, പയറുണ്ട്, വെണ്ടക്കായി, ചീര, ഒരു 4 ഏക്കറോളം ചെയ്യുന്നുണ്ട്. അങ്ങനെ പല അസുഖങ്ങളുണ്ട്. കാരണം ഈ മഞ്ഞാരിപ്പ് അത് ഇതെല്ലാം, പിന്നെ വെള്ളത്തിൻ്റെ കൂടുതൽ ക്ഷാമമുണ്ട്. അതുകൊണ്ട് ശരിക്കും വെള്ളം കിട്ടാത്തത് കൊണ്ടാണ് കൂടുതൽ പകുതിയിൽ തന്നെ പോകേണ്ടി വന്നെല്ലാം നഷ്ടപ്പെട്ടിട്ട്. ഇദ്ദേഹത്തെ സഹായിക്കുവാൻ പഞ്ചായത്ത് മുന്നോട്ട് വരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് KCN. വസ്ത്രവൈവിധ്യങ്ങളുടെ കമനീയ ശേഖരവുമായി ക്രൗൺ ഡിസൈൻ ഇനി കാസർഗോഡിൻ്റെ മനം കവരും.
മറിയം ട്രേഡ് സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ച ക്രൗൺ ഡിസൈൻ വസ്ത്രാലയം നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ കൂടുതൽ സ്ത്രീകൾ ആശ്രയിക്കുന്ന ഇതുപോലുള്ള ഷോപ്പുകളാണ്. റെഡിമെയ്ഡെല്ലാം കുറച്ച് മങ്ങിപ്പോയ കാലങ്ങളാണിപ്പോൾ. അവരവരെ തടിൻ്റെ ഷേപ്പിനനുസരിച്ച് തയ്ക്കാൻ വേണ്ടി ഇതുപോലുള്ള ഷോപ്പുകളിൽ നിന്ന് ലൈൻ സെറ്റ് എടുക്കുകയും അതുപോലെ തന്നെ പല പല മോഡലായിട്ടും കല്യാണ പാർട്ടി ആയാലും അതുപോലെ തന്നെയാണ് ഇതുപോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക. ക്രൗൺ ഡിസൈൻ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ഹമീദ് പുത്തൂർ, പാർട്ട്ണർമാരായ AP അൻവർ, AP അഷ്റഫ്, ഷബീർ ശമനാട്, മുഹമ്മദ് ഇർഷാദ് എന്നിവർ സംസാരിച്ചു. ഞങ്ങളിവിടെ പല വക മോഡൽ മെറ്റീരിയൽസുകളും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. കൂടാതെ പല മോഡലുകളും ഇവിടെ ഞങ്ങൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏത് മോഡൽ വേണമെങ്കിലും ഞങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്നതാണ്. അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഞങ്ങളുടെ ചെയ്തിട്ടുണ്ട്. വിവിധ മേഖലകളിലെ നിരവധി പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വിശാലമായ സൗകര്യത്തോടെയാണ് കാസർഗോഡിന്റെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പുത്തൻ ഭാവം പകർന്നു നൽകി ക്രൗൺ ഡിസൈൻ പ്രവർത്തനം ആരംഭിച്ചത്. ഏത് പ്രായക്കാരുടെയും വസ്ത്രസങ്കല്പങ്ങൾക്ക് അനുയോജ്യമായ സെലക്ഷനുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മനസ്സിനിണങ്ങിയ ഏത് വസ്ത്രവും ക്രൗൺ ഡിസൈനിൽ ആവശ്യക്കാർക്ക് ലഭ്യമാകും. ക്രൗൺ ഫാഷൻ വടകരയിൽ തീർത്ത വിജയഗാഥയുടെ തുടർച്ചയായാണ് ഇപ്പോൾ കാസർഗോട്ട് ക്രൗൺ ഡിസൈൻ പ്രവർത്തനം ആരംഭിച്ചത്. ന്യൂസ് ഡെസ്ക് KCN. ഉപ്പളയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാവിന് ഗുരുതരം. മച്ചമ്പാടിയിലെ കലീലിനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ മംഗലാപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉദ്യാവര നാഷണൽ ഹൈവേയിൽ ഉച്ചയോടെയായിരുന്നു അപകടം. കാസർഗോട്ട് നിന്നും മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന കാറിൽ ബൈക്കിടിക്കുകയായിരുന്നു. 2 വാഹനങ്ങളും പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ബൈക്കിലുണ്ടായിരുന്ന മച്ചമ്പാടി സ്വദേശി കലീലിന് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. ഇദ്ദേഹത്തെ മംഗലാപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കലീൽ ഇനിയും അപകടനില തരണം ചെയ്തിട്ടില്ല. ന്യൂസ് ഡെസ്ക് KCN. ഉപ്പള പുഴയിൽ നിന്ന് കർഷകർ കൃഷി ആവശ്യത്തിനായി വെള്ളം എടുക്കരുതെന്ന കളക്ടറുടെ നിർദ്ദേശത്തിനെതിരെ പ്രദേശവാസികൾ രംഗത്ത്. ഉപ്പള പാലത്തിൽ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അർഷാദ് വോർക്കാടി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. വാസുദേവ നല്ലൂരായ അധ്യക്ഷത വഹിച്ചു. ശാലിനി ഷെട്ടി, ശ്രീനിവാസ ഭണ്ഡാരി, സുരേഷ് ഹൊള്ള, സീതാരാമ ഷെട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പൈവളിಗೆ പഞ്ചായത്തിൽ നിവേദനവും നൽകി. ವಾರ್ಡಿನ ಸದಸ್ಯೆಯಾಗಿದ್ದೇನೆ. ನಮಗೆ ಯಾವುದೇ ಪೂರ್ವ ಮಾಹಿತಿ ಇಲ್ಲದೆ DC ಅವರು ಬಂದು ಕೃಷಿ ಎಲ್ಲ ಮೋಟ್ರಿನ ಕನೆಕ್ಷನ್ ಕಟ್ ಮಾಡಿದ್ದಾರೆ. ಅದಕ್ಕೆ ನಾವೆಲ್ಲರೂ ಒಗ್ಗಟ್ಟಾಗಿ ಕೃಷಿಕರು ಇದಕ್ಕೆ ಯಾವುದೇ ಇದು ತೊಂದರೆಗಳು ಅಡೆತಡೆಗಳು ಬಂದು ನಾವು ಎಲ್ಲರೂ ಒಗ್ಗಟ್ಟಾಗಿ ಇದಕ್ಕೆ ಎದುರಿಸ್ತಾ ಇದ್ದೇವೆ. ಈಗಾಗಲೇ ಕಟ್ ಮಾಡಿದ ಕನೆಕ್ಷನ್ ಪುನಃ DC ಅದಕ್ಕೆ ಏನಾದರೂ ಇದು ಕೊಟ್ಟು ಸಲಹೆಯನ್ನು ಕೊಟ್ಟು ಕನೆಕ್ಷನ್ ಪುನಃ ಕೊಡಬೇಕಾಗಿ ಈ ಮೂಲಕ ನಾನು ಕೇಳಿಕೊಳ್ಳುತ್ತೇನೆ. ಇಲ್ಲಿ ಭತ್ತದ ಕೃಷಿ, ತೆಂಗು, ಕಂಗು ಹಲವಾರು ಎಲ್ಲರೂ ಈ ಕೃಷಿಯನ್ನೇ ನಂಬಿ ಬದುಕುತ್ತಾ ಇದ್ದಾರೆ. ಅದಕ್ಕಾಗಿ ನೀರಿನಲ್ಲಿ ಕುಡಿಯುವ ನೀರಿಗೆ ಇದರಿಂದ ಯಾವುದೇ ತೊಂದರೆ ಇಲ್ಲ. ಕುಡಿಯುವ ನೀರಿಗೆ ಎಲ್ಲರೂ ಅನುಮತಿಯನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. ಕುಡಿ ನೀರಿಗಾಗಿ ಕುಡಿ ನೀರಿನ ಯೋಜನೆಯು ಕೆಲಸ ಸಮರ್ಪಕವಾಗದ ಕಾರಣ ಈ ತೊಂದರೆ ಆದದ್ದು. ന്യൂസ് ഡെസ്ക് KCN. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് മണ്ഡലത്തിൽ KP സതീഷ് ചന്ദ്രൻ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ. കല്യോട്ടെ ഇരട്ടക്കൊലപാതകം ഇടതുമുന്നണിയുടെ വിജയത്തെ ബാധിക്കില്ലെന്നും MV ബാലകൃഷ്ണൻ. പട്ടിണി സമരത്തെ തുടർന്ന് സർക്കാർ നൽകിയ ഉറപ്പ് നടപ്പിലായില്ല. എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും സമരരംഗത്തേക്ക്. മീനമാസത്തിലെ സൂര്യന് ശേഷം കയ്യൂരിന്റെ ചരിത്രം ആസ്പദമാക്കി വീണ്ടും ഒരു ചിത്രം കൂടി. ഗോപി കുറ്റിക്കോൾ സംവിധാനം ചെയ്ത അരയാക്കടവിൽ പ്രദർശനം ആരംഭിച്ചു. എക്സൈസ് വകുപ്പ് ദേരടുക്ക കോളനിയിൽ ബോധവൽക്കരണ ക്ലാസും ആരോഗ്യ സെമിനാറും സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ T സജിത് ബാബു ഉദ്ഘാടനം ചെയ്തു. കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കൃപേഷിന്റെ കുടുംബത്തിന് വീടൊരുങ്ങുന്നു. വീട് നിർമ്മിച്ചു നൽകുന്നത് ഹൈബി ഈഡൻ MLA നേതൃത്വത്തിൽ. ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി അസോസിയേഷൻ ഹയർ സെക്കൻഡറി രക്ഷായാത്ര സംഘടിപ്പിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു.
കാർഷിക രംഗത്ത് വിജയം കൊയ്ത് മൊഗ്രാലിലെ കെ പുറം ഖാലിദ്. 16 വർഷത്തോളമായി പച്ചക്കറി കൃഷി രംഗത്തെ സജീവ സാന്നിധ്യമായ ഖാലിദ് മറ്റ് കർഷകർക്കും മാതൃക. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.